മുടിക്ക് നല്ല തിളക്കമും തിക്നെസ്സും ഒരു മുടി പോലും പൊഴിയാതെ അതുപോലെ മുടി പൊഴിച്ചിലുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് നിർത്തി തരുന്ന ഒരു ഷാംപൂ ബാറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സൈക്ലോൺ, മഴ, അല്ലെങ്കിൽ വിൻ്റർ, മഞ്ഞ്, ചൂട് എല്ലാം കൂടെ ചേർന്നൊരു കാലാവസ്ഥയാണ്. നിങ്ങളിൽ നിറയെ പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും മുടി പൊഴിയുക എന്നുള്ളത്. മുടി പൊഴിച്ചിൽ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു മിക്സഡ് ക്ലൈമറ്റിന്, അല്ലേ? സോ ഇത് തുടങ്ങിയപ്പോൾ, ഈ സീസൺ ഇതുപോലെ തുടങ്ങിയപ്പോൾ എനിക്കും ചെറിയ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ സ്റ്റോറിലുള്ള കുമ്മട്ടിക്ക ഹെയർ പാക്ക് ഇട്ടിട്ടാണ് എനിക്ക് 1 ഡേയിൽ തന്നെ ഹെയർ ഫോൾ സ്റ്റോപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാലാവസ്ഥയിൽ ചൂട്, അല്ലെങ്കിൽ ചൂടില്ല, നമുക്കൊരു ഹ്യൂമിഡിറ്റി ഉണ്ട്, തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, മഴയുണ്ട്, എല്ലാം കൂടെ ചേർന്നൊരു ക്ലൈമറ്റാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിക്കാനൊക്കെ ചെറിയൊരു മടി കാണും, അല്ലേ? അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഷാംപൂ ബാർ. നമുക്ക് ഈസിയാണ്, തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഷാംപൂ ബാർ തേച്ച് കുളിക്കാവുന്നതാണ്. വിൻ്റർ ടൈമിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ ഒന്നാണ് നമ്മളുടെ തലയൊട്ടി, തലയുടെ സ്കാൾപ്പ് ഡ്രൈ ആകുക എന്നുള്ളത്. ഡ്രൈ ആകുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മോയ്സ്ചർ ഇല്ലാതാകുക, ഡ്രൈ ആകുക. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് താരൻ വരും. അതാണ് മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. വിൻ്ററിൽ നിറച്ച് താരൻ വരും, ഡാൻഡ്രഫ് വരുന്നത്. അതല്ല, ഈ ഡ്രൈ ആകുന്നത് കൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത്. പിന്നെ അതോട് ചേർത്ത് നമ്മൾ നന്നായിട്ട് ചൊറിയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടും ഹെയർ ഫോളും ഡബിൾ ആകാനുള്ള ചാൻസ് ആണ്. മോയ്സ്ചർ ഇല്ലെങ്കിൽ തന്നെ ഹെയർ ഫോൾ ഒരുപാടുണ്ടാകും. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും തണുപ്പ് കാരണം. അതുകൊണ്ട് നമ്മുടെ സ്കാൾപ്പ് ഒന്ന് സ്റ്റിമുലേറ്റ് ആകാതെ ഹെയർ ഫോൾ ഉണ്ടാകുകയും ഹെയർ ഗ്രോത്ത് നിന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിൻ്റർ ടൈമിൽ നമ്മൾ നേരിടുന്നത്. പിന്നെ നമ്മൾ നേരിടുന്നതാണ് ഈ ഫ്രിസി ഹെയർ എന്ന് പറയുന്നത്. ഭയങ്കര റഫായിട്ടുള്ള ഹെയർ. നമ്മുടെ ഹെയർ ഒക്കെ അല്ലാതെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഈ വിൻ്ററിൽ എസ്പെഷ്യലി ഹെയർ ഭയങ്കരമായിട്ട് റഫാകും. പിന്നെ ഇങ്ങനെ അറ്റമൊക്കെ സ്പ്ലിറ്റായി പോകും, പൊട്ടിപ്പോവും. ഇതൊക്കെയാണ് വിൻ്ററിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് ഈ ഷാംപൂ ബാർ. അതായത് ഈസി എന്ന് വെച്ചാൽ ഷാംപൂവേ ഉപയോഗിക്കേണ്ട എന്നല്ല, ഈ ഒരു സീസണിൽ നമുക്ക് നമ്മളുടെ മുടി കുളിക്കാതെ കെയർ ചെയ്യാതെ വിടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഈസി ഹെയർ വാഷ് ബാറാണ് ഈ ഷാംപൂ ബാർ. 100% നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കലൊന്നുമില്ലാത്ത സേഫ് ആയിട്ടുള്ള ഒരു ഷാംപൂ ബാറാണ്. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഷാംപൂ ബാറിലേക്ക് നമ്മൾ ആദ്യം എടുക്കുന്നത് ലെമൺ ആണ്. ലെമൺ അല്ല, ആക്ച്വലി ലെമണിന്റെ തോലാണ്. ലെമണിന്റെ തോൽ നമ്മളുടെ തലയോട്ടിയുടെ ചർമ്മത്തിനെ ആഴത്തിൽ ശുദ്ധീകരിക്കുകയും നമ്മളുടെ മുടിക്ക് നല്ല തിളക്കം തരികയും മുടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, അതായത് കായ് പിടിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തലയോട്ടിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, താരൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിത്തരാനായിട്ട് സഹായിക്കുന്നതാണ്. അധികമായിട്ടുള്ള എണ്ണമയത്തിനെ നിയന്ത്രിക്കുന്നതാണ്, ഇല്ലാതാക്കുകയല്ല, നിയന്ത്രിക്കുന്നതും. നമ്മളുടെ തലയോട്ടിയുടെ ചർമ്മത്തിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും മുടിക്ക് നല്ല ഒരു നനുത്ത മണം തരാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ലെമണിന്റെ പീല്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് റോസ്മെരി. എല്ലാവർക്കും അറിയാവുന്നതാണ് റോസ്മെരി. ഹെയർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിലേക്ക് കൂടുകയും റോസ്മെരി നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ അങ്ങനെയാണ് സഹായിക്കുന്നത്. അതേപോലെ തന്നെ മുടിയുടെ തിളക്കത്തിനെ കൂട്ടുകയും മുടിയുടെ തിക്നെസ്സിനെ കൂട്ടുകയും മുടി പൊഴിച്ചൽ തടയുകയും ഒക്കെ ചെയ്യുന്നതാണ് റോസ്മെരി. ഇതിനെല്ലാത്തിനും പുറമെ അലുവേറയാണ് അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയന്റ്. അലുവേറ നമ്മുടെ മുടിയുടെയും തലയോട്ടിയുടെയും മോയ്സ്ചറിനെ നിലനിർത്തുകയും ഇൻഫെക്ഷനെ തടയുകയും സൺബേണും കൊണ്ടും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പലവിധമായിട്ടുള്ള ഡസ്റ്റ്, പൊല്യൂഷൻ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യുകയും മുടിക്ക് നല്ലൊരു ഷൈനിങ് തരികയും കണ്ടീഷണർ പോലെ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ അലുവേറ. അലുവേറ കട്ട് ചെയ്ത് വെള്ളത്തിൽ 1-2 മണിക്കൂർ നമ്മൾ ഇട്ട് വെക്കണം. റോസ്മേരിയും നമ്മൾ എടുക്കുന്നതിന് 2-3 മണിക്കൂർ മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതാണ്. ലെമണും സോഡാപ്പൊടി ഉപയോഗിച്ച് കഴുകി വെക്കുന്നതാണ് കുറച്ചും കൂടെ ഉത്തമം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അലുവേറയ്ക്കകത്തുനിന്ന് ഇറങ്ങി വന്ന കറയാണ് ആ മഞ്ഞ കളറിൽ കാണുന്നത്. ഇതിനകത്തിരിക്കുന്ന ജെല്ലാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാനിന്ന് ചെറിയ അലുവേറ പ്ലാന്റിൽ നിന്നുള്ള ഇലയാണ് എടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്കും മനസ്സിലാക്കണം, ചെറിയ ലീഫിലും ജെല്ലുണ്ടെന്നുള്ളത്. പച്ച കളർ ഒട്ടും തന്നെ വരാതെ
ഇതുപോലെ ഉള്ളിലുള്ള ജെല്ല് മാത്രം എടുത്തു മാറ്റണം. എന്തെങ്കിലും ചെറിയ ചെറിയ പച്ച കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുക. കാരണം ഈ പച്ച കളറാണ് നമുക്ക് കുറച്ച് മുഖത്തിനോ തലയുടെ സ്കാൾപ്പിനോ ഒക്കെ ചൊറിച്ചിൽ തരുന്ന ഒരു ലാറ്റക്സ് എന്ന് പറഞ്ഞൊരു സാധനം അതിനകത്തുണ്ട്, ഒരു കറയുണ്ട്. അതിനെ കളയാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അങ്ങനെ ജെല്ല് മാത്രമാണ് നമ്മൾ ഷാംപൂ ബാറിലേക്ക് എടുക്കുന്നത്. ഒരു തരി പോലും കെമിക്കൽ ഇല്ലാതെയാണ് നമ്മൾ ഇന്ന് ഷാംപൂ ബാർ ഉണ്ടാക്കുന്നത്. ഇത്രയും തന്നെ അലോവേറ ജെൽ മതിയാകും നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 സോപ്പ് ഉണ്ടാക്കി കാണിക്കാമെന്നാണ്. ആദ്യം നമ്മൾക്ക് ഒരു മിക്സി ജാറിലേക്ക് ഈ 3 ഇൻഗ്രീഡിയന്റും ഒന്നിച്ചിടാം. ലെമണിന്റെ തോലും അലോവേറയുടെ ജെല്ലും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റോസ്മേരിയുടെ ലീഫും. ഇത്രയും തന്നെ റോസ്മേരി നമുക്ക് വേണ്ട, പാതി മതിയാവും നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ക്വാണ്ടിറ്റിക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇതിലേക്ക് ഒരു 20 മില്ലി റോസ് വാട്ടർ ഒഴിക്കാം. റോസ് വാട്ടർ നമ്മുടെ മുടിയെ കണ്ടീഷൻ ചെയ്യുകയും നല്ല ഒരു മണത്തെ ഉണ്ടാക്കി തരികയും ചെയ്യുന്നതാണ്. റോസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലിയർ ഷാംപൂ ബേസ് സോപ്പാണ്, ഷാംപൂ ബാറാണ്. നമ്മളുടെ മുടിക്ക് നല്ല ഷൈനിങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവുന്നത്. ഇത് ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള ഷാംപൂ ബേസ് ബാറാണിത്. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ആണ്. 200 ഗ്രാമിൽ കുറച്ചും കൂടി ഉണ്ടാവും. ഇത് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ ഉരുക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് കട്ടിയുള്ള പീസാകുമ്പോൾ കുറെ ടൈം എടുക്കും നമ്മൾക്ക്. ഇത് നമ്മൾക്ക് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഉരുക്കിയെടുക്കാം. സ്റ്റീൽ വെസൽസ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് സേഫ്. എപ്പോഴും വളരെ മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്യാൻ വെക്കുക. ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് എത്തിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് നമ്മൾക്ക് ഉരുകി കിട്ടുന്നതാണ്. ഇതിലേക്ക് നമ്മൾ അടുത്തതായി ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മളുടെ മുഖത്തിന്റെ ചർമ്മത്തിനെ സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളുടെ തലയുടെ സ്കാൾപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമണിന്റെയും റോസ്മേരിയുടെയും അലോവേറ ജെല്ലിന്റെയും കൂടെ ജ്യൂസ് ആണ്. 3 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ അതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിലാണിത്. 30 ഡ്രോപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ജെർണിയം എന്ന് പറയുന്ന ഓയിലാണ്. ആ ഓയിൽ മുടിയുടെ വളർച്ചയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മളുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന എല്ലാത്തരം ഇൻഫെക്ഷനെ തടയുകയും ചെയ്യുന്നതാണ്. നമ്മൾക്കിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ മിക്സിനെ നമ്മളുടെ സിലിക്കോൺ മോൾഡിലേക്ക് ഒഴിക്കാവുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം ഒഴിക്കുക. ഈ ഷാംപൂ ബാർ റൈസിംഗ് സൺ പോലെ വളരെ മനോഹരവും അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുമുള്ള ഒരു ഷാംപൂ ബാറാണ്. നമ്മൾ ഒരു കെമിക്കൽസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ ഷാംപൂ ബേസ് പോലും ഗ്ലിസറിൻ ബേസ്ഡ് ഷാംപൂ ബേസ്ഡ് ആണ്. അത് അത്രയ്ക്കും നല്ലതാണ് നമ്മുടെ സ്കാൾപ്പിന്. മുടി പൊഴിച്ചൽ നിങ്ങൾക്ക് ഒരു യൂസിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഷാംപൂ ബാർ തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സ്റ്റോറിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്.
നമ്മളുടെ അശ്രദ്ധ കാരണം നമ്മുടെ മുടി പൊഴിയാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇൻബാലൻസോ അല്ലെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് മുടി പൊഴിയുന്നതുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം. പക്ഷേ നമ്മളുടെ കെയർലെസ്നെസ് കൊണ്ടാണ് മുടി പൊഴിയുന്നതെങ്കിൽ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ വിൻ്റർ ടൈമിൽ ഓക്കെ തണുപ്പാണെന്ന് പറഞ്ഞ് കുളിക്കാതിരിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ദേഹം മാത്രം കഴുകിയിട്ടും തല കുളിക്കാതിരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഹെയർ വാഷ് ചെയ്തിരിക്കണം, ഹെഡ് വാഷ് ചെയ്തിരിക്കണം. സോ ആ ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ ഷാമ്പു ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഷാമ്പു ബാർ ഇട്ടോ അല്ലെങ്കിൽ ഹെർബൽ ഹെയർ വാഷ് പൗഡർ ഇട്ടോ ഒക്കെ വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. ഹെർബൽ ഹെയർ വാഷ് പൗഡറൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഒരു സീസണിൽ അത്ര പറ്റുന്ന കാര്യമില്ല. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഷാമ്പു ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വെള്ളത്തണ്ണിയില്ലെന്നൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം. ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഷിഗാക്കൈ ഷാമ്പു ആണെങ്കിലും കോക്കനട്ട് മിൽക്ക് ഷാമ്പു ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എന്ത് ഷാമ്പു ആണെങ്കിലും വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ തലയിൽ അപ്ലൈ ചെയ്യുള്ളൂ. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ തലയിലുള്ള മോയ്സ്ചർ എല്ലാം പോവുകയും വീണ്ടും സ്കാൾപ്പും ഹെയറും ഒക്കെ ഡ്രൈ ആകുകയും ചെയ്യും. ഷാമ്പൂ ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽക്കി ഹെയർ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടീഷണർ പകരം ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു. റോസ് വാട്ടർ ഒഴിക്കുക, 1 കപ്പ് റോസ് വാട്ടർ ഇങ്ങനെ തലയിലും സ്കാൾപ്പിലും മുടിയിലും എല്ലാം കൂടി ഒഴിക്കുകയാണെന്നെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു മണവും നല്ലൊരു സിൽക്കി ഗ്ലോയും കിട്ടും. സോ ഇതൊക്കെ നമ്മൾ ഷോർട്സ് ഇട്ടിരുന്ന കാര്യമാണ്. അപ്പോൾ ഹെയർ കെയർ വളരെ അത്യാവശ്യമാണ്. നമ്മൾ സ്കിന്നിന് എത്ര മാർക്കില്ലാതെ പാടില്ലാതെ ക്ലിയർ സ്കിന്നായിട്ട് കൊണ്ടു നടന്നാലും മുടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിലുള്ള എല്ലാ മൈനസിനെയും അത് എടുത്തു കാണിക്കും. നമുക്ക് ഫേസ് കവറപ്പ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഫേസിൻ്റെ ഒരു ന്യൂനതകൾ അല്ലെങ്കിൽ നമ്മളുടെ ഫേസിൻ്റെ ചെറിയ ചെറിയ കുറവുകൾ നമുക്ക് ഹെയർ സ്റ്റൈൽ കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതറിയാമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നല്ല ഹെൽത്തി ഹെയർ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ആരും തന്നെ ഇല്ല. ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പറയാമോ ഇപ്പോൾ ഹെയർ ഇരുന്നിട്ട് എണ്ണ എടുക്കാൻ, അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം. അത് ഇല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഉള്ള ഹെയറിനെ നന്നായിട്ട് വൃത്തിയായിട്ട് മാനേജ് ചെയ്ത് നല്ലതായിട്ട് മസാജൊക്കെ ചെയ്ത് അതിനെ ഒന്ന് സംരക്ഷിക്കുന്ന വളരെ നല്ല. അതുപോലെ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ നെറ്റിയിലും കണ്ണിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും റിങ്കിൾസ് വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഹെഡ് മസാജ് ഫേസിൻ്റെ റിങ്കിൾസിനെ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. എണ്ണയൊന്നും ഇട്ടില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് ബാഡ് ആയിരുന്നോട്ടെ, നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയോ ജോലിക്ക് പോവോ ഒക്കെ നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ എന്ത് തന്നെ ആണെങ്കിലും ഹെയർ കെയർ എന്ന് പറയുന്നത് വിട്ടുകളയരുത്. ഓക്കെ, അപ്പോൾ ഹെയർ കെയർ ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, വരുന്ന കമൻറ്റുകൾക്ക് മറുപടി ഇനി വീഡിയോയിൽ പറയുന്നില്ല എന്നുള്ള കാര്യം. കമൻ്റ് ഇടുന്നവർ ഇട്ടിട്ട് പോട്ടെ, എന്തെങ്കിലുമൊക്കെ ഇടുന്ന അവരുടെ ഡിപ്രഷൻ, അവരുടെ ലൈഫ്, അവരുടെ കാഴ്ചപ്പാട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇനി അതിന് റിപ്ലൈ തരുന്നില്ല. കാരണം എന്തിനാണ് വെറുതെ, വേണ്ട. പിന്നെ ഞാൻ പോസിറ്റീവായിട്ടിരിക്കൂ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി കൂടിയാണ്. ഞാൻ പോസിറ്റീവ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെരി ഫ്രാങ്ക്ലി ഐ ആം ടെല്ലിങ്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതെനിക്ക് പറയുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാരണം ഞാൻ മാക്സിമം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. നെഗറ്റീവായിട്ട് ലോകത്തിലുള്ള എല്ലാവരും ഒരുപോലെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമ്മുടെ 5 പേരിലും ഒരുപോലെ അല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കട്ടെ. അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ലൈഫിൽ ആ പോസിറ്റിവിറ്റി റിഫ്ലക്റ്റ് ആകും എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുക. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ കാണുന്നതും നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒക്കെ തന്നെയായിരിക്കും ലൈഫിലേക്ക്. അതുകൊണ്ട് ഹെയർ വേണമെന്നുണ്ടെങ്കിൽ ഹെയർ കെയർ ചെയ്യണം. സോ ഈ ഷാംപൂ ബാർ അടിപൊളിയാണ്, നല്ല പതവരും, നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്പർ ഞാൻ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം മഴയത്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഓടിയും ഒക്കെ എനിക്കും ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട്. സോ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ. പിന്നെ വേറൊരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഓക്കെ, നിങ്ങൾ ഇത്രയും പേര് എനിക്ക് സപ്പോർട്ടുണ്ട്, നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ എന്നും കാണും എന്നുള്ള വിശ്വാസത്തോടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.